ജാതി സെൻസസ് നടപ്പാക്കിയില്ലെങ്കിൽ ശക്തമായ പ്രക്ഷോഭത്തിന് KPMS നേതൃത്വം നൽകുമെന്ന് സംഘടനാ സംസ്ഥാന കമ്മിറ്റി അംഗം സുനീഷ് കുഴിമറ്റം. KPMS കട്ടപ്പന ശാഖയുടെ നേതൃത്വത്തിൽ സംഘടിപ്പിച്ച 161ാമത് മഹാത്മാ അയ്യങ്കാളി ജന്മദിനാഘോഷം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. കേരളത്തിൽ അധികാരത്തിലിരിക്കുന്ന ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സർക്കാർ ജാതി സെൻസസ് നടപ്പിലാക്കാൻ തയ്യാറാകണം. സംവരണം എന്നത് വെറും കടലാസിൽ മാത്രം ഒതുങ്ങിപ്പോകുന്നു. തുടർ പ്രക്ഷോഭങ്ങളുടെ ഭാഗമായി ഒക്ടോബർ 6-ാം തീയതി കട്ടപ്പനയിൽ ജില്ലാ പ്രവർത്തക യോഗം നടത്തുമെന്നും അതിൽ KPMS ജനറൽ സെക്രട്ടറി പുന്നല ശ്രീകുമാർ പങ്കെടുക്കുമെന്നും പരിപാടി ഉദ്ഘാടനം ചെയ്തുകൊണ്ട് KPMS സംസ്ഥാന കമ്മിറ്റി അംഗം സുനീഷ് കുഴിമറ്റം പറഞ്ഞു. ആ സംഘടനാതലത്തിൽ നമ്മൾ ചിന്തിക്കുമ്പോൾ സംഘടനയുടെ പ്രവർത്തനങ്ങളിൽ ഈ കാലാന്തരീക്ഷത്തിൽ ഇപ്പോഴത്തെ ഈ കമ്പ്യൂട്ടർ യുഗത്തിൽ പട്ടികജാതി വർഗ്ഗക്കാരുടെ വിവേചനങ്ങളും നമ്മൾ പരിശോധിക്കേണ്ടതാണ്. ആ പരിശോധന നമ്മൾ നടത്തുമ്പോൾ കഴിഞ്ഞ ദിവസം ആലപ്പുഴയിൽ നമ്മുടെ കേരളം പുരോഗമന സംസ്ഥാന സർക്കാർ ഭരിക്കുന്ന ഈ സമയത്ത് ആലപ്പുഴ വിദ്യാർത്ഥിക്ക് നേരെ ജാതി അധിക്ഷേപം ഉണ്ടായെന്നുള്ള വാർത്ത ഇവിടുത്തെ സോഷ്യൽ മീഡിയയിലും മാധ്യമങ്ങളും ഉണ്ടായിരുന്നു. അപ്പോൾ ഇത്ര സംഘടന കെട്ടുറപ്പുകൾ വിവിധ ജാതി സംഘടന ദളിത് സംഘടനയുടെ കെട്ടുറപ്പ് കേരളത്തിൽ ഇല്ലായിരുന്നെങ്കിൽ UP പോലെയും മറ്റ് സ്റ്റേറ്റുകളിൽ അനുഭവിക്കുന്ന ദളിത് പീഡനങ്ങൾ കേരളത്തിൽ ഉണ്ടാകുമായിരുന്നു. സംഘടനകൾ ഉണ്ടായിരുന്നെങ്കിൽ പോലും ഗവൺമെന്റ് അതിന്റെ കർക്കശമായ നിലപാടുകൾ നമ്മൾ സ്വീകരിക്കുന്ന സത്യം നമുക്കുണ്ട്. വൈസ് പ്രസിഡന്റ് ബാബു AK അധ്യക്ഷത വഹിച്ചു. കോർഡിനേഷൻ കമ്മിറ്റി ചെയർമാൻ പ്രശാന്ത് രാജു മുഖ്യപ്രഭാഷണം നടത്തി. നഗരസഭാ കൗൺസിലർ ബിനു കേശവൻ ജന്മദിന സന്ദേശം നൽകി. KSS ജില്ലാ സെക്രട്ടറി KR രാജൻ, AKCH ജില്ലാ ജോയിന്റ് സെക്രട്ടറി രാജീവ് രാജു, KPMS കട്ടപ്പന ശാഖാ പ്രസിഡന്റ് രാജു, ചന്ദ്രിക രാജു തുടങ്ങിയവർ സംസാരിച്ചു. കട്ടപ്പന നഗരസഭയിൽ മികച്ച പ്രവർത്തനം കാഴ്ചവെക്കുന്ന കൗൺസിലർമാരായ പ്രശാന്ത് രാജുവിനെയും ബിനു കേശവനെയും ചടങ്ങിൽ വെച്ച് ആദരിച്ചു.